ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ വൺസ് അഗെയിൻ. നമ്മൾ ഇന്റർലേക്കിൽ വന്നിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ യൂറോപ്പിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് പോയിട്ടുണ്ട്. യൂറോപ്പിൻ്റെ എന്ന് പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല, ഈ സ്വിറ്റ്സർലൻഡിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് യുങ്ഫ്രോ മലനിരകൾ. മഞ്ഞുമൂടിയ മലനിരകൾ, വളരെ വിസ്മയകരമായ കാഴ്ചകളുള്ള ഒരു വലിയൊരു പർവ്വതം തന്നെയാണ്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേഷനിലെത്തി ഞങ്ങളിപ്പോൾ ആ ട്രെയിനിലേക്ക് കയറി. ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്രെയിൻ അല്ല, നമ്മളൊരു 3 സെക്ടർ പാസ് ചെയ്തിട്ട് വേണം ഈ യുങ്ഫ്രോയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ആദ്യം ഈ ലോട്ടൻബ്രോണൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ആ ട്രെയിനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഹേ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ യുങ്ഫ്രോ ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇന്റർലേക്കിൽ നിന്ന് നമ്മൾ ലാറ്റൻബ്രോൺ എന്നുള്ള സ്റ്റേഷനിൽ വന്നേക്കാണ്. അവിടെ നിന്ന് അടുത്ത ട്രെയിൻ വേറൊരു കണക്ഷൻ എടുത്തിട്ട് ലീഡ്ഷിഡിക് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ, അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 ട്രെയിൻ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ യുങ്ഫ്രോയിലേക്കുള്ള ട്രെയിനിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യാത്രയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ലാറ്റൻബ്രൂണൻ എന്നൊരു ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് യാത്ര ആരംഭിക്കുന്നത്. ഈ ലാറ്റൻബ്രൂണൻ എന്ന് പറയുന്നത് അതിസുന്ദരമായ ഒരു ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ആ പച്ച പുതച്ച് നിൽക്കുന്ന മലനിരകളും അതിൻ്റെ താഴ്വരയിലുള്ള ഗ്രാമങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. അതിസുന്ദരമായ കാഴ്ചകളാണ്. മഞ്ഞിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ഫേസിലും അല്ലെങ്കിൽ മൂന്നാമത്തെ ഫേസിലേക്കാണ് ശരിക്കും തുടങ്ങുന്നത്. അതായത് യുങ്ഫ്രോ മലനിരകൾ കണ്ടുകൊണ്ടുള്ള യാത്ര പിന്നീടാണ്. ഏകദേശം ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് ഈ യുങ്ഫ്രോ സർവീസിന്. ഏകദേശം 1896-നും 1912-നും ഇടയിലാണ് ഈ ട്രാക്ക് നിർമ്മിച്ചത്. അതിന്റെ 3-ാം ഘട്ടത്തിലുള്ള 7 കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ പാതയാണ് ഈ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. അപ്പോൾ അതെല്ലാം കാണാനായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ. ഏകദേശം ഈ എല്ലാ ഫേസും കൂടി കൂട്ടിയിട്ട് 2.5 മണിക്കൂറിൽ കൂടുതലുള്ള ഒരു യാത്രയാണിത്. പക്ഷേ ആ 2.5 മണിക്കൂറിൻ്റെ ഒരു വിരസതയൊന്നും നമുക്ക് തോന്നില്ല. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ആണ് ഈ യാത്രയിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു, ഈ യാത്രയ്ക്ക് വേണ്ടി, അതായത് സ്വിറ്റ്സർലൻഡിലുള്ള യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ യുങ്ഫ്രോ ടൂർസ് എന്നൊരു പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അതായത് ട്രെയിൻ യാത്രയും ഹോട്ടൽ അക്കോമഡേഷൻ മാത്രം, ബാക്കി ഏതെല്ലാം സ്ഥലങ്ങളൊക്കെയാണെന്നുള്ളത് നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. എന്നാലും ഈ യാത്രയുടെ ഇടയ്ക്ക് നിരവധി സ്റ്റേഷനുകളൊക്കെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ആ സ്റ്റേഷനിലൊക്കെ ആളുകൾ ഇറങ്ങുന്നുണ്ട്, സഞ്ചാരികളൊക്കെ ഇറങ്ങിയിട്ട്. കാരണം യുങ്ഫ്രോ മെയിൻ ഡെസ്റ്റിനേഷൻ അല്ലാതെയുള്ള സ്റ്റേഷനൊക്കെ ഇവിടെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. അവിടെയും ആളുകളൊക്കെ ഇറങ്ങിയിട്ട് പല ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ ഗ്രിൻഡൽവോൾഡ് അല്ലെങ്കിൽ ലോട്ടർബ്രൂണൻ എന്ന് തുടങ്ങിയ പ്രശസ്തമായ ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങുന്നവരാണ് ഇവർ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഈ ആദ്യ ഫേസ് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ ഫേസിലേക്ക് നമ്മൾ കടക്കുന്നു. ഇതാ ഇവിടെ യാത്രയുടെ അടുത്ത ഘട്ടം തുടങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു, ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി അങ്ങോട്ട് മഞ്ഞിൻ്റെ സാമീപ്യം പറഞ്ഞിട്ടുള്ളൊരു യാത്രയായിരിക്കും. അതുകൊണ്ട് വേഷവിധാനമൊക്കെ ഒന്ന് മാറ്റി, ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഒപ്പം നമ്മൾ ജാക്കറ്റുകളൊക്കെ അണിഞ്ഞു. തേജുവിന് നല്ല കട്ടിയുള്ള ജാക്കറ്റൊക്കെ അണിയിപ്പിച്ചു. അവൻ കുറച്ച് കരച്ചിലാണ്. ഈ ജാക്കറ്റ് ഇട്ടതിൻ്റെ പേരിലും പിന്നീട് ഈ കാണുന്ന നല്ല തണുത്ത അന്തരീക്ഷമായതുകൊണ്ട് അവൻ കരച്ചിലൊക്കെ ആയിരുന്നു. അതാ ഒരു അകലെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. ആ ട്രെയിനിലാണ് നമുക്കിനി പോകേണ്ടത്. ഈ ട്രെയിനൊരു പ്രത്യേകതയുണ്ട്. ഈ ട്രാക്കിൽ കാണുന്ന നടുക്ക് ഒരു ലൈൻ കാണുന്നില്ലേ, അതിനകത്ത് പൽചക്രങ്ങൾ ഇങ്ങനെ പിടിച്ചാണ് ഈ ട്രെയിൻ കയറുന്നത്. കാരണം മലകയറ്റമാണല്ലോ. അപ്പോൾ ആ ഒരു പിടുത്തത്തിന് വേണ്ടിയുള്ള കോഗ്വീൽ ട്രെയിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആ യാത്രയും ഒരു രസകരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കോഗ്വീൽ ട്രെയിൻ അങ്ങനെ സുന്ദരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ഭാഗത്തൊക്കെ നല്ല പച്ചപ്പ് വിരിച്ച കുന്നുകളൊക്കെ കാണുന്നുണ്ട്. അത് പിന്നീട് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ പച്ചപ്പ് മാറി തുടങ്ങുന്നു. പിന്നെ കരിമ്പാറ കൂട്ടങ്ങളാണ്. ആ പാറക്കെട്ടുകളുടെ മുകളിൽ മഞ്ഞിന്റെ കണങ്ങളുണ്ടെന്ന് മാത്രം. ട്രെയിൻ യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ചെറിയ ഇടനാഴിയിലോട്ടാണ് കയറുന്നത്. 2 വശവും ഇങ്ങനെ കരിങ്കൽ ഭിത്തി കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ടണൽ പോലെ ഇരിക്കും അത്. അപ്പോൾ ഇവിടെ നമ്മളുടെ യുങ്ഫ്രോ ട്രിപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന വീഡിയോസ് കാണിക്കുന്നുണ്ട്. പല സ്ഥലത്തും ഇങ്ങനെ LED സ്ക്രീനൊക്കെ വെച്ച്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇനി എന്താണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു പിക്ചർ നമുക്ക് നേരത്തെ തന്നെ അവർ തരുന്നത്. ഇതിൻ്റെ ഈ ഇടനാഴിയിൽ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇനി അങ്ങോട്ട് പോകുന്നതോറും എത്ര തണുപ്പായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ LED സ്ക്രീനിലെ കാഴ്ചകൾ കണ്ട് എന്തിനാ സമയം കളയുന്നത്? കാരണം ഇത് നേരിട്ട് കാണാൻ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധികം നേരം നിന്നില്ല. ആ ഇടനാഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് നടന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് എത്തി.
സോ ഫ്രണ്ട്സ്, നമ്മളിനി ഏറ്റവും അത്ഭുതകരമായ ഏറ്റവും മനോഹരമായ ആ കാഴ്ചയിലേക്ക്, ഈ ടൂറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അതിലേക്ക് വരികയാണ്. ടോപ്പ് ഓഫ് ദി യൂറോപ്പ് എന്നറിയപ്പെടുന്ന യുങ്ഫ്രോ മലനിരകൾ, മഞ്ഞുമൂടിയ മലനിരകൾ നേരിട്ട് കാണുന്ന ആ ഒരു ദൃശ്യാനുഭവം. അതിനുവേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് സ്വിങ്സ് ടെറസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ്. ഡോറ് ഓപ്പൺ ചെയ്ത് ആ ടെറസിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു സ്വർഗത്തിലെത്തിയ ഒരു ഫീലാണ്. ആഹാ, എവിടെ നോക്കിയാലും വെള്ള പുതച്ച് നിൽക്കുന്ന, മഞ്ഞിൻ്റെ ഒരു മൂടുപടം ചാർത്തി നിൽക്കുന്ന മലനിരകൾ, നല്ല കറുത്ത് കരിമ്പാറക്കൂട്ടങ്ങളാണ്. ആ കരിമ്പാറക്കൂട്ടങ്ങൾക്ക് മീതെ നല്ല വെളുത്ത വസ്ത്രം പോലെ മഞ്ഞിങ്ങനെ കിടക്കുകയാണ്. നല്ല തൂവെള്ള നിറം. ഹോ, എന്താ ഒരു ഭംഗി! യൂറോപ്പിന്റെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. യെസ് ഫ്രണ്ട്സ്, ടോപ്പ് ഓഫ് ദി യൂറോപ്പ് എന്നാണ് യുങ്ഫ്രോ മലനിരകൾ അറിയപ്പെടുന്നത്. ഈ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് 19-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അന്ന് എത്ര വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവും ഈ ഇത്രയും കുത്തനെയുള്ളൊരു മലകളിലേക്ക് ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുക എന്നുള്ളത്. ഏകദേശം 19-ാം നൂറ്റാണ്ടിലാണ് ഇത് ഈ ആശയം അന്നത്തെ സംരംഭകനായ അഡോൾഫ് ഗയർ സെല്ലർ എന്നൊരാൾ മുന്നോട്ട് വെച്ചത്. അതായത് കുത്തനെയുള്ള പാറക്കെട്ടുള്ള കൊടുമുടിയിലേക്ക് ഒരു തുരങ്കവും റെയിൽവേ ലൈനും നിർമ്മിക്കുക എന്നുള്ളത് ശരിക്കും ഒരു ഭ്രാന്തമായ ആശയം തന്നെയാണെന്ന് നമുക്ക് തോന്നും, അല്ലേ? നിർമ്മാണം 1896 ആരംഭിച്ചത്. ഇത് പൂർത്തിയാകാനായിട്ട് 16 വർഷങ്ങളാണ് എടുത്തത്. അതിനിടയിൽ നിരവധി തവണ അത് നിർത്തിവെക്കേണ്ടിയൊക്കെ വന്നു. എന്നിട്ട് 16 വർഷം കൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ഒരു റെയിൽവേ ലൈനും ഈ ടണലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. യുങ്ഫ്രോ ട്രിപ്പ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കുന്ന ഏതൊരു വിനോദസഞ്ചാരിയുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം ആയിരിക്കും. അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. നിരവധി ആളുകളാണ് ഈ ഒരു മൗണ്ടൻ റേഞ്ച് കാണാനായിട്ട് ദിവസേന ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒബ്സർവേറ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് കുട്ടികളും പിന്നെ സ്കീയിങ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാണേണ്ട വേറൊരു അട്രാക്ഷനാണ് ഐസ് പാലസ് എന്ന് പറയുന്ന ഒരു ടണൽ. അതായത് ഒരു ടണൽ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇരുവശത്തുമായിട്ട് നിരവധി ലൈറ്റിംഗ് ഒക്കെ ഇട്ട് നല്ല രസകരമാക്കിയിട്ടുണ്ട്. പല നിറത്തിലുള്ള ലൈറ്റുകളാണ്. അതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ കടന്നു ചെല്ലുന്നത് നമ്മളൊരു ടണലിലേക്കാണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ടണലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഐസ് കൊണ്ടുള്ള കാർവിങ്സ്, അതുപോലെ ഇഗ്ലൂ സ്റ്റൈലിലുള്ള വീടുകളൊക്കെ നിർമ്മിച്ചിട്ട്, അപ്പോൾ എപ്പോഴും ഒരു -ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ആ നിർമ്മിതികൾക്ക് യാതൊരുവിധ കേടുപാടുകൾ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു വേറൊരു ഗുണവും കൂടിയുണ്ട്. കാരണം പുറത്തെ കാഴ്ചകൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ടല്ലോ, ആ യുങ്ഫ്രോ ഏരിയ മഞ്ഞിൻ്റെ ആ മലനിരകളിലോട്ട് കടക്കുമ്പോൾ ഉണ്ടാവുന്ന തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസഹനീയമായ തണുപ്പാണ്. -10-12 പോകുന്നുണ്ട്. അപ്പോൾ ആ തണുപ്പിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെട്ട് കുറച്ച് നേരത്തേക്ക് ചെറിയ ചൂടൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഈ പാലസിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാം. അപ്പോഴും ഇവിടെ 0 ഡിഗ്രിയൊക്കെയാണ്, 0 അല്ലെങ്കിൽ -2, -3 ഒക്കെയാണ്. ആ പുറത്തെ തണുപ്പിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതൊക്കെ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണുകയും ചെയ്യാം, ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. ഇനി ഞങ്ങൾ തിരിച്ചുള്ള യാത്രയിലാണ്. ഇങ്ങോട്ട് വന്ന പോലെയല്ല, നമ്മൾ ഇങ്ങോട്ട് വന്നത് എല്ലാ ഫേസും നമ്മൾ ട്രെയിൻ കയറിയാണ് വന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്കൊരു വേറെ ടിക്കറ്റ് ഈ യുങ്ഫ്രോ ടൂർസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഏറ്റവും ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഗ്രിൻഡൽവാൾഡോ അല്ലെങ്കിൽ ലാറ്റൻബ്രൂണിലേക്ക് പോകാനുള്ള ഒരു കേബിൾ കാറാണത്. അപ്പോൾ ഈ കേബിൾ കാർ സർവീസും കൂടി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ടിക്കറ്റിലുണ്ട്. അപ്പോൾ തിരിച്ചു വന്ന റൂട്ടല്ലാതെ വേറെ റൂട്ട് വഴിയാണ് നമ്മളിഞ്ഞ് താഴേക്ക് പോകുന്നത്. ലോട്ടർബ്രൗൺ എന്നുള്ള നല്ല മനോഹരമായ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ ആണത്. ഈ കേബിൾ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 360 ഡിഗ്രിയിൽ ഈ ലാറ്റൻബ്രൗൺ എന്നുള്ള ഗ്രാമം ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കേബിൾ കാർ കയറി ആ യാത്രയാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഐഗർ എക്സ്പ്രസ് ആണ്. ഐഗർ ഗൊണ്ടോള എക്സ്പ്രസ് ഗ്രിൻഡൽവാൾഡിലോട്ട് പോകുന്ന ഒരു കേബിൾ കാറിലാണ്. ഇപ്പോൾ ഈഗർ എക്സ്പ്രസ് എന്നാണ് ഈ കേബിൾ കാർ സർവീസ് അറിയപ്പെടുന്നത്. കോവിഡ് സമയത്ത് 2020 ഈ കേബിൾ കാർ സർവീസ് ഇവിടെ ആരംഭിച്ചത്. ഒരു സെക്കൻഡിൽ 8 മീറ്റർ വേഗതയിലാണ് ഓരോ കേബിൾ കാറും സഞ്ചരിക്കുന്നത്. അതായത് 6000 മീറ്റർ വരുന്ന ദൂരം മറികടക്കാനായിട്ട് 15-18 മിനിറ്റ് മാത്രം മതി. കാഴ്ചകളെ കണ്ട് ഞങ്ങൾ അങ്ങനെ താഴ്വാരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 44 ഗൊണ്ടോളകളാണ് ഈ സർവീസിലുള്ളത്. ഏകദേശം 20-22 പേർക്ക് ഒരു ഗൊണ്ടോളയിൽ ഇരിക്കാൻ പറ്റും.
താഴേക്ക് ചെല്ലുന്തോറും ഗ്രൻഡൽവാൾഡ് ഗ്രാമത്തിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കേബിൾ കാർ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. അകലെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അത് പെട്ടെന്ന് നോക്കുമ്പോൾ ടോട്ടലി അൺസ്ട്രക്ചേർഡ് ആയിട്ട് തോന്നും. അതായത് ഇങ്ങനെ ചിതറി കിടക്കുന്ന വീടുകൾ. ഇവരെന്താ ഒരു സ്ട്രക്ചേർഡ് മാനറിലല്ലല്ലോ ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇവിടുത്തെ നിർമ്മിതികൾ അങ്ങനെയായിരിക്കണം. ഒരു വീട് മറ്റൊരു വീടിനെ മറയ്ക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ പുൽമേടുകൾക്ക് കോട്ടം വരുന്ന രീതിയിലോ നിർമ്മിതികൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പ്രകൃതി ഭംഗിക്ക് ചേരുന്ന രീതിയിലാണ് ഇവിടെയുള്ള നിർമ്മിതികൾ. അതിമനോഹരവും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യുങ്ഫ്രോ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഗ്രിൻഡൽവാൾഡിൽ നിന്ന് തിരികെ ഇന്റർലേക്കൽ ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ള യാത്രയാണ്. ഇനി ഞങ്ങൾക്ക് നാളെ ദീർഘയാത്രകൾ വേറെയുണ്ട്. മോൺട്രോയിലേക്ക് പോകണം, അതുപോലെ ബ്രിഗിലേക്ക് പോകണം. ഇങ്ങനെ കുറേ സിറ്റികളൊക്കെ ഇനി സ്വിറ്റ്സർലൻഡിൽ കറങ്ങാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്റർലേക്കലിലേക്ക് പോകുന്ന യാത്രയാണ്. ഈ യാത്രയും എത്ര മനോഹരമാണെന്നറിയാമോ? സ്വിസ്സിലെ ഗ്രാമങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമങ്ങളാണ് ഈ ഗ്രിൻഡൽവാൾഡ് അല്ലെങ്കിൽ അറ്റർബ്രൂൺ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും മനോഹരമായത്. അപ്പോൾ ആ ഗ്രാമങ്ങളിലൂടെയുള്ള ഏത് യാത്രയും അതിഗംഭീരമായിരിക്കും. അത് ട്രെയിനിലായിക്കോട്ടെ അല്ലെങ്കിൽ കേബിൾ കാർ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ നടന്നു തന്നെ യാത്ര ചെയ്യുമ്പോഴും ഓരോ ഗ്രാമപ്രദേശങ്ങളും അവിടെയുള്ള കാഴ്ചകളും അരുവികളും നല്ല വൃത്തിയുള്ള റോഡുകളും അധികം തിരക്കൊന്നുമില്ല. ട്രാഫിക്കൊക്കെ വളരെ കുറവാണ്. വെറുതെയല്ല സ്വിറ്റ്സർലൻഡിനെ ഭൂമിയിലെ സ്വർഗമെന്ന് വിളിക്കുന്നത്. എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത്. ഒരിക്കൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. തണുപ്പിന്റെ അസ്വസ്ഥതകളൊക്കെ മാറി. തേജുവിന്റെ കരച്ചിലൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അവൻ ട്രെയിനിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ചിരിച്ചും കളിച്ചൊക്കെ അങ്ങനെ സമയം കളയുകയാണ്. അവൻ വലിയ കാഴ്ചകളൊന്നും ആസ്വദിക്കാനുള്ള പ്രായമായിട്ടില്ല. എന്നാലും എന്തോ ഒരു സന്തോഷം അവന്റെ മുഖത്തുണ്ട്. അങ്ങനെ വീണ്ടും കുറെ ഗ്രാമങ്ങളിലൂടെ കടന്ന് ഞങ്ങൾ ഇന്റർലേക്കലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായ നിരവധി സ്റ്റേഷനൊക്കെ ഇങ്ങനെ പിന്നിട്ട് പോകുകയുണ്ടാവും. ഇപ്പോൾ അന്തരീക്ഷം കുറച്ചും കൂടി ഒന്ന് ക്ലൗഡി ആയിട്ട് മാറിയിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ എത്തുമ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ കാണാം. പക്ഷേ ആ ചാറ്റൽ മഴയൊന്നും വകവെക്കാതെ ആളുകളൊക്കെ അവരുടേതായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഷോപ്പിംഗ് നടത്തുന്നു, പലരും സൈക്ലിംഗ് ചെയ്യുന്നു. ആ ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഒരു വശത്ത് നല്ല വൃത്തിയുള്ള റോഡ്, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ചെറിയ ചെറിയ കടകൾ, റെസ്റ്റോറൻറ്റുകൾ, അവിടുത്തെ ആ ഗ്രാമത്തിലെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നു. സുന്ദരമായ കാഴ്ചകളാണ് ഈ ട്രെയിൻ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നീണ്ടു നിന്ന യുങ്ഫ്രോ ട്രിപ്പിന് ശേഷം ഞങ്ങളിതാ ഇന്റർലേക്കലിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിലിരുന്ന് കുറച്ചു നേരമൊക്കെ ഞങ്ങളൊന്ന് മയങ്ങി. തിരിച്ച് ടൗണിൽ ചെന്നിട്ട് തേജും സൂര്യയും ഹോട്ടലിൽ വിശ്രമിക്കാൻ കയറി. ഞാനപ്പോൾ എന്ത് ചെയ്തു, ടൗൺ സെൻറ്ററിലേക്ക് ഒന്ന് ഓടി നടന്നു. ലക്ഷ്യം വേറൊന്നുമല്ല, പാരാഗ്ലൈഡ് ചെയ്യാനായിട്ട് ഇന്റർലേക്കലിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ശരിക്കും ആ ടൗൺ ഏരിയയിൽ തന്നെയാണ് ഇതിൻ്റെ ഓഫീസുള്ളതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത് അടച്ചിരുന്നു. ആ സമയം ഞാൻ ചെന്ന സമയത്തായപ്പോഴേക്കും പാരാഗ്ലൈഡിങ് ഓഫീസ് അത് അടച്ചു. ഇനി നാളെ ഉള്ളൂ. പക്ഷേ എനിക്കത് നാളെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ നാളെ രാവിലെ തന്നെ ഇന്റർലേക്കിനെ ഞങ്ങൾ തിരിക്കും. അതുകൊണ്ട് പാരാഗ്ലൈഡ് ചെയ്യാനുള്ള ഒരു കാര്യം ഇനി അടുത്ത തവണയാക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ടൗണിലെ കാഴ്ചകളിലേക്ക് കടന്നു. ഹായ്, എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇവിടെ ഇന്റർലേക്കലിലെ പാരാഗ്ലൈഡിങ് ചെയ്യേണ്ട അവിടെ ഓഫീസാണ് ഈ കാണുന്നത്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ ഞാൻ എത്തിയത് ഒരു മണിക്കൂർ ലേറ്റായിപ്പോയി. അവർ ഇന്നത്തെ പാരാഗ്ലൈഡിങ് ക്ലോസ് ചെയ്തു. ഇനി നാളെയാണ്. പക്ഷേ നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ടൗൺ സെൻറ്ററിൻ്റെ സമീപത്തായിട്ട് തന്നെ നല്ലൊരു വിശാലമായ ഒരു പാർക്ക് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ അറിയാലേ, ഏത് സ്ട്രീറ്റിലും പൂക്കളും ചെടികളൊക്കെ കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടൗൺ സെൻറ്റർ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഓരത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. ചെറിയൊരു വാക്ക് വേ ഒക്കെ ഉണ്ട്. ആ വാക്ക് വേയിലൂടെ നടക്കുന്നു. അവിടെ സൈഡിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിലൊക്കെ നിരവധി ആളുകളൊക്കെ ഇരുന്ന് കൂട്ടുകാരുമൊത്തും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടേക്ക് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം രാത്രിയായി, 7 മണി 8 മണിയൊക്കെ ആയി. എന്നാലും ഈ വേനൽക്കാലം ആയതുകൊണ്ട് സൺലൈറ്റ് പോയിട്ടില്ല എന്ന് മാത്രം. പിന്നെ ഈ ഒരു മൈതാനത്താണ്, ഇതിൻ്റെ ഇടതുവശത്ത് ഒരു വലിയൊരു മൈതാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ മൈതാനത്താണ് ഈ പാരാഗ്ലൈഡിങ് ചെയ്തിട്ട് ഇവർ ലാൻഡ് ചെയ്യുന്നത്. ഈ ഫീൽഡിലേക്കാണ്. അങ്ങനെ ഇന്റർലേക്കലിലെ ഈ മനോഹരമായ കാഴ്ചകളോടെ ഞങ്ങളുടെ സ്വിറ്റ്സർലൻഡിലെ അടുത്തൊരു ദിവസം കൂടി തീരുകയാണ്. ഇന്ന് രാത്രി വിശ്രമിച്ചിട്ട് നാളെ ഞങ്ങൾ മോൺട്രോ എന്നുള്ളൊരു സിറ്റിയിലേക്ക് പോകുന്നു. അവിടുത്തെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. അതുവരെ ടാറ്റാ, ബൈ ബൈ.